നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. തമിഴ്നാട് ബോർവെൽസ്, തൃശൂർ 7560850000. നിരപരാധികളെ കൊന്നൊടുക്കിയ ജമ്മു കാശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ. രാജ്യത്തിന്റെ ആത്മാഭിമാനമായി ഓപ്പറേഷൻ സിന്ദൂർ. സർജിക്കൽ സ്ട്രൈക്കിലൂടെ തകർത്തത് 30 വർഷമായി ഭീകരരെ പരിശീലിപ്പിച്ച കേന്ദ്രങ്ങൾ. 70 ഭീകരർ കൊല്ലപ്പെട്ടതായി ഇന്ത്യൻ സൈന്യം. വീഡിയോ തെളിവുകൾ പ്രദർശിപ്പിച്ചു. പ്രകോപനത്തിന് മുതിർന്നാൽ ശക്തമായ തിരിച്ചടിയെന്ന് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വാർത്താ സമ്മേളനത്തിൽ. അളന്നു മുറിച്ചതും പ്രകോപനപരമല്ലാത്തതും ആനുപാതികവുമായ ആക്രമണമാണ് നടത്തിയതെന്നും പ്രഖ്യാപനം. സൈന്യത്തിന് വീണയൻ ന്യൂസിന്റെ ബിഗ് സല്യൂട്ട്. വിശ്വം വാഴ്ത്തിപ്പാടിയ പൂരങ്ങളുടെ പൂരം ഒരിക്കൽ കൂടി വർണ്ണ വസന്തത്തിന്റെ ചരിത്രച്ചെപ്പിൽ. വടക്കുന്നാഥനെ സാക്ഷിയാക്കി ദേവതമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. വടക്കുന്നാഥന്റെ പടിഞ്ഞാറേ നടയിൽ ശ്രീമൂലസ്ഥാനത്തെ നിലപാടുതറയിൽ അടുത്ത പൂരത്തിന് കാണാമെന്ന ഉറപ്പിലാണ് ജനസഹസ്രങ്ങൾ പൂരപ്പറമ്പൊഴിഞ്ഞത്. ഒരാണ്ടിലേക്ക് ഓർമ്മിക്കാൻ തന്ന കാഴ്ചകൾക്കും കേൾവിയുടെ വിരുന്നിനും പൂരപ്രേമികളുടെ നന്ദി. പകൽ വെടിക്കെട്ടിലും പൂരക്കഞ്ഞി വിതരണത്തിലും കണ്ണികളായത് ആയിരങ്ങൾ. അടുത്ത പൂരം 2026 ഏപ്രിൽ 26. പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യ നടത്തിയത് തിരിച്ചടിയല്ലെന്നും ലോകനീതിയായിട്ടാണ് കാണുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പാകിസ്ഥാൻ ഭീകരപ്രവർത്തനം ആവർത്തിക്കില്ല എന്ന ഉറപ്പുകൂടിയാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി. രാജ്യത്തിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാനായെന്നും മാധ്യമങ്ങളോട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ദൗത്യത്തിന് പേര് നൽകിയതിനെയും പ്രശംസിച്ചു. ഇന്ത്യയുടെ ആത്മാഭിമാനം സിന്ദൂരം തൊട്ടതായും സുരേഷ് ഗോപി. തെങ്കര പഞ്ചായത്ത് വടക്കാഞ്ചേരി നഗരസഭകളെ ബന്ധിപ്പിക്കുന്ന പുല്ലാനിക്കാട് മംഗലം പനങ്ങാട്ടുകര പുന്നമ്പറമ്പ് റോഡ് നിർമ്മാണത്തിന് തുടക്കം. 5.26 കിലോമീറ്റർ റോഡ് BM&BC നിലവാരത്തിലേക്ക് ഉയരും. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചത് 7.34 കോടി രൂപ. 15 കലുങ്കുകളുടെ നിർമ്മാണം പൂർത്തിയായി. പല സ്ഥലത്തും ആവശ്യമായ വീതിയില്ലാത്തതും കൊടും വളവുകളും വലിയ പ്രതിസന്ധി. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കാൻ കർശന നടപടിയുമായി ഗതാഗത വകുപ്പ്. ഒരേ റൂട്ടിലുള്ള സ്വകാര്യ ബസ്സുകൾക്ക് 10 മിനിറ്റ് ഇടവേളയിൽ മാത്രം ഇനി പെർമിറ്റ് എന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ജനങ്ങളുടെ ജീവനാണ് പ്രഥമ പരിഗണനയെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി. ബസ് ഉടമകൾ എതിർപ്പുയർത്തിയാൽ നിയമപരമായി നേരിടുമെന്നും പ്രഖ്യാപനം. വടക്കാഞ്ചേരി പുഴയിൽ ചാലിപ്പാടം ചിറ മുതൽ കുമ്മായച്ചിറ വരെയുള്ള ഭാഗത്ത് നിന്ന് നീക്കം ചെയ്യുന്ന മണ്ണ് ലേലം വ്യാഴാഴ്ച കാലത്ത് 11 മുതൽ ലേല നടപടികൾ ആരംഭിക്കും. നേരത്തെ കുമ്മായച്ചിറ മണ്ണ് ലേലം ചെയ്തത് അധികൃതരെ പറ്റിച്ച മണ്ണുത്തി സ്വദേശി കരിമ്പട്ടികയിൽ. ഇത്തവണ കരുതലോടെ ലേലം. പഹൽഗാം ഭീകരാക്രമണം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ 14 ജില്ലകളിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചായിരുന്നു മോക്ക് ഡ്രിൽ നടന്നത്. കേരളം മുഴുവൻ 30 സെക്കൻഡ് അലർട്ട് സൈറൺ മുഴങ്ങി. ഏറ്റവും ഒടുവിൽ രാജ്യത്തുടനീളം മോക്ക് ഡ്രിൽ നടന്നത് 1971. പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ടത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. തൃശൂർ ജില്ലയിൽ ബുധനാഴ്ച മോക്ക് ഡ്രിൽ നടന്നത് ഗുരുവായൂരിലും പുഴയ്ക്കൽ ശോഭാ സിറ്റിക്ക് സമീപവും. വടക്കാഞ്ചേരി നഗരസഭയിൽ കേസ് മാർച്ച് ഹെൽപ്പ് ഡെസ്ക് കിയോസ്ക് പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ സേവനങ്ങളും ഇനി ഒരു കുട കീഴിലേക്ക്. ഓൺലൈൻ സേവനങ്ങൾക്ക് കാര്യക്ഷമതയും വേഗതയും. ഇൻഫർമേഷൻ കേരള മിഷനാണ് പദ്ധതി വികസിപ്പിച്ചത്. നഗരസഭയിലേക്കുള്ള അപേക്ഷകളെല്ലാം ഇനി ഓൺലൈനിൽ. ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
ടിക്കറ്റ് റിസർവ് ചെയ്ത ട്രെയിൻ യാത്ര നടത്താൻ ഇനി മുതൽ തിരിച്ചറിയൽ കാർഡ് നിർബന്ധം. പഹൽഗാം ആക്രമണ പശ്ചാത്തലത്തിലാണ് റെയിൽവേയുടെ നടപടി. ടിക്കറ്റ് പരിശോധനയ്ക്കിടെ തിരിച്ചറിയൽ രേഖ കൈവശമില്ലെങ്കിൽ ടിക്കറ്റില്ല യാത്രക്കാരനായി പരിഗണിക്കും. കനത്ത പിഴ ഈടാക്കുമെന്ന് മുന്നറിയിപ്പ്. കാലവർഷം ഇത്തവണ സംസ്ഥാനത്ത് നേരത്തെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മെയ് 13 മൺസൂൺ എത്തുമെന്ന് അധികൃതർ. ശനിയാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്നും പ്രവചനം. വിവിധ ജില്ലകളിൽ ജാഗ്രത പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ധീര നേതൃത്വം നൽകിയ ഇന്ത്യൻ സൈന്യത്തിന് ബിഗ് സല്യൂട്ട് അർപ്പിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കാഞ്ചേരി യൂണിറ്റ്. വ്യാപാര ഭവനിൽ അഭിനന്ദന യോഗം. രാജ്യത്തിന്റെ ആത്മാഭിമാനം വാനോളം ഉയർത്തിയതായി വ്യാപാരികൾ. യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ അധ്യക്ഷനായി.